സർ, ഒരു ചോദ്യം മാത്രം. ഒരു റിപ്പോർട്ടർ മൈക്ക് നീട്ടിപ്പിടിച്ചു. സ്റ്റേറ്റ് ഫസ്റ്റ് നേടിയ അനന്യ ഏത് മെഡിക്കൽ കോളേജിലാണ് അഡ്മിഷൻ ഒരുക്കിയത്? എല്ലാവർക്കും അതറിയാൻ താല്പര്യമുണ്ട് സർ. ആദിത്യൻ ക്ഷമ നശിച്ചു തുടങ്ങി. ഒരു തവണ പറഞ്ഞാൽ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അവൻ്റെ ശബ്ദം കടുത്തു. അനന്യ എൻ്റെ ഭാര്യ. അവൾ എവിടെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, എന്ത് തീരുമാനിക്കണമെന്ന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സ്വകാര്യമാണ്. അതൊന്നും നിങ്ങളെ ആരെയും ബോധിപ്പിക്കേണ്ട ബാധ്യത എനിക്കില്ല. അവൻ്റെ രൂക്ഷമായ മറുപടി കേട്ട് മാധ്യമപ്രവർത്തകർക്കിടയിൽ പതിഞ്ഞ ശബ്ദത്തിൽ സംസാരം തുടങ്ങി. ഇദ്ദേഹം ഇത്ര ടെൻഷനാകാൻ എന്താ കാരണം? ഈ സമയത്ത് വീട്ടിൽ കയറി ഇങ്ങനെ ശല്യപ്പെടുത്തിയാൽ ആരായാലും ദേഷ്യപ്പെടും. മറ്റൊരാൾ അയാൾക്ക് മറുപടി പറഞ്ഞു. സംസാരത്തിനിടയിലും ചിലരുടെ ശ്രദ്ധ അവൻ്റെ നെറ്റിയിലെ കുങ്കുമത്തിലായിരുന്നു. അടക്കി പിടിച്ച ചിരി വീണ്ടും വീണ്ടും പുറത്തേക്ക് വന്നുകൊണ്ടേയിരുന്നു. ഭാഗ്യവശാൽ ആ നിമിഷം ക്യാമറകളൊന്നും അവൻ്റെ നേരെ തിരിഞ്ഞിരുന്നില്ല. മാധ്യമപ്രവർത്തകർ പതിയെ മടങ്ങി തുടങ്ങിയപ്പോഴാണ് സെക്യൂരിറ്റി ജീവനക്കാരൻ മടച്ചുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചത്. സർ, എന്താ മണി? സർ, നിങ്ങളുടെ നെറ്റിയിലും ഷർട്ടിലുമൊക്കെ എന്ത്? കുങ്കുമം പറ്റിയിട്ടുണ്ട് സർ. അത് കണ്ടിട്ടാ അവരെല്ലാവരും ചിരിച്ചതും. ആദിത്യൻ്റെ മുഖം ആ നിമിഷം വലിഞ്ഞു മുറുകി. എന്ത്? വിശ്വസിക്കാനാവാതെ അവൻ നെറ്റിയിൽ കൈവച്ച് ഉരച്ചു. വിരലുകൾ ചുവന്ന കുങ്കുമം പറ്റിയിരിക്കുന്നത് കണ്ടതും ഒരു നിമിഷം അവൻ നിശ്ചലനായി. അപമാനവും ദേഷ്യവും ഒരുമിച്ച് ഉള്ളിൽ ആളിക്കത്തി. ഒന്നും മിണ്ടാതെ അവൻ തിരിഞ്ഞ് അതിവേഗം വീടിനുള്ളിലേക്ക് കയറി. അപ്പോഴേക്കും അനന്യ സ്വീകരണ മുറിയിലെ സോഫയിലിരുന്ന് താലിമാലയിലെ കുരുക്ക് അഴിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എങ്ങനെയാണ് ഇത്രയും മുറുക്ക് കുരുങ്ങിയതെന്ന് അവൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവളുടെ മുന്നിലേക്ക് ആദിത്യൻ വന്നു നിന്നു. ഒന്നും പറയുന്നതിന് മുൻപ് തന്നെ അവൻ അവളുടെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ആദിത്യൻ, എന്താ? അവളുടെ വാക്കുകൾ പൂർത്തിയാക്കും മുമ്പേ അവൻ്റെ കൈ അവളുടെ കവിളിൽ പതിച്ചു. അടികൊണ്ട ഞെട്ടൽ അനന്യ ഒരു നിമിഷം അനങ്ങാതെ നിന്നു. കവിളിൽ കൈവച്ച് അവൾ അവനെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ആദിത്യൻ്റെ കണ്ണുകൾ അപ്പോഴും ദേഷ്യം കത്തുന്നുണ്ടായിരുന്നു. നീ എന്തിനാടി എൻ്റെ ഷർട്ടിലും ശരീരത്തും കുങ്കുമമാക്കിയത്? എൻ്റെ മുഖത്തും ഷർട്ടിലുമൊക്കെ കുങ്കുമം പറ്റി പിടിച്ചെടുക്കുന്നത് കണ്ട് ആ മീഡിയക്കാർ എന്നെ നോക്കി ചിരിച്ചാ പോയത്. എന്തൊരു നാണക്കേടെന്ന് നിനക്കറിയാമോ? ഒരു നിമിഷം അവനെ തുറച്ചു നോക്കിയ അനന്യയുടെ കണ്ണുകൾ തീ പടർന്നു. എന്തവകാശത്തിലാണ് നിങ്ങൾ എന്നെ അടിച്ചത്? അവളുടെ ശബ്ദം വിറച്ചിരുന്നെങ്കിലും അതിൽ ഭയമുണ്ടായിരുന്നില്ല. നിങ്ങളുടെ മുഖത്തും ഷർട്ടിലും കുങ്കുമമായത് അതിന് ഞാനെന്ത് ചെയ്യാനാ? പാമ്പിനെ എൻ്റെ മേലേക്ക് എറിഞ്ഞത് നിങ്ങളല്ലേ? ഞാൻ പേടിച്ചോടിയതാ. അതിനിടയിൽ സംഭവിച്ചത് എന്നെയാണോ കുറ്റപ്പെടുത്തുന്നത്? അവളൊട്ടും പിൻവാങ്ങിയില്ല. നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നു എന്നൊക്കെ കരുതി എപ്പോൾ തോന്നിയാലും എൻ്റെ നേർക്ക് കൈ ഉയർത്താമെന്ന് വിചാരിക്കരുത്. ഞാൻ ആരുടെയും അടിമയൊന്നുമല്ല. അവളുടെ വാക്കുകൾ ഓരോന്നും ആദിത്യൻ്റെ ദേഷ്യത്തിന് വീണ്ടും കൂട്ടി. അവൾ നിർത്താതെ വീണ്ടും പറഞ്ഞു തുടങ്ങി. സാധാരണ ഒരു പെണ്ണാണ് ഞാനും. പാമ്പിനെ കണ്ട പേടിച്ചു പോകും. അതുകൊണ്ടാ നിങ്ങളിലേക്ക് ഓടി വന്നത്. അതിന് വേറെ അർത്ഥത്തിൽ കാണുന്നതും അതിൻ്റെ പേരിൽ എന്നെ കുറ്റപ്പെടുത്തുന്നതും ശരിയാണോ? അവൾ കണ്ണുകൾ അടക്കി പിടിച്ചിരുന്നു. കോളേജ് തുറക്കുന്നത് വരെ മാത്രമേ ഞാൻ ഇവിടെ നിൽക്കൂ എന്ന് കരുതിയുള്ളൂ. ഹോസ്റ്റൽ തുറന്നാൽ ഞാൻ അങ്ങോട്ട് മാറും. പക്ഷെ ഇവിടെ ഓരോ ദിവസം ഇങ്ങനെ ജീവിക്കേണ്ടി വരുമെങ്കിൽ സത്യമായിട്ടും എനിക്ക് പേടിയാ. ഇതുവരെ സംസാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ദേഹോപദ്രവം തുടങ്ങി. ഒരു നിമിഷം നിശബ്ദനായി നിന്ന ശേഷം അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. എൻ്റെ ചിലവിന് വേണ്ട പണം ഞാൻ പാർട്ട് ടൈം ജോലി ചെയ്ത് കണ്ടെത്തിക്കോളാം. പക്ഷെ ദയവായി എന്നെ ഹോസ്റ്റലിൽ മാത്രം ചേർത്ത് തന്നാൽ മതി. അവളുടെ വാക്കുകൾ കേട്ടിട്ടും ആദിത്യൻ്റെ മുഖഭാവത്തിൽ മാറ്റമൊന്നുമില്ല. കുറച്ചു നേരം അവളെ തുറച്ചു നോക്കിയ ശേഷം അവൻ തണുത്ത ശബ്ദത്തിൽ പറഞ്ഞു. രാത്രി ചപ്പാത്തിയും പനീർ ബട്ടർ മസാലയും ഉണ്ടാക്കിക്കോ. അതും പറഞ്ഞ് അവൻ തിരിഞ്ഞ് മുകളിലേക്ക് പടികൾ കയറി. അവൻ പോയത് നോക്കി നിന്ന് അനന്യ പിറുപിറുത്തു. ഞാൻ എന്താ ഈ വീട്ടിലെ പാചകക്കാരിയാണ്? എപ്പോഴും ഉത്തരവിടാൻ മാത്രം. മനസ്സില്ല മനസ്സോടെ അവൾ ഫോണെടുത്ത് അടുക്കളയിലേക്ക് നടന്നു. മുറിയിലെത്തിയ ആദ്യത്തിന് ഒരു നിമിഷം പോലും സ്വസ്ഥമായി നിൽക്കാനായില്ല. അല്പസമയം മുൻപ് അനന്യ തൻ്റെ നെഞ്ചിലേക്ക് വീണ നിമിഷം, അവളുടെ മുടിയുടെ മണം, അവളുടെ ശരീരത്തിൻ്റെ ചൂട്, അവളുടെ സ്പർശനം. എത്ര ശ്രമിച്ചിട്ടും ആ ഓർമ്മകൾ മനസ്സിൽ നിന്ന് മായുന്നില്ല. എന്താണ് എനിക്ക് സംഭവിക്കുന്നത്? അവൻ സ്വയം ചോദിച്ചു. ആ അസ്വസ്ഥതയിൽ നിന്ന് രക്ഷപ്പെടാൻ നേരെ ബാത്റൂമിലേക്ക് നടന്നു. ഷവർ മുഴുവനും തുറന്നു വിട്ടു. മഞ്ഞുപോലെ തണുത്ത വെള്ളം തല മുതൽ ശരീരം വരെ മുഴുവനും ഒഴുകിയിറങ്ങിയിട്ടും അവളുടെ സാമീപ്യം മനസ്സിലും ഹൃദയത്തിലും ഉണ്ടാക്കിയ ചൂട് മാത്രം അണയാൻ കൂട്ടാക്കിയില്ല.
വളരെ നേരം കഴിഞ്ഞാണ് ആദിത്യൻ ബാത്റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങിയത്. വസ്ത്രം മാറി കണ്ണാടിക്ക് മുന്നിൽ കുറച്ചു നേരം നിശബ്ദമായി നിന്നു. താഴേക്ക് പോകാൻ മനസ്സ് തയ്യാറായിരുന്നില്ല. അവൾ അടുത്തു വന്നതിനാൽ വീണ്ടും മനസ്സ് കൈവിട്ടു. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അവളിൽ നിന്ന് അകന്നു നിൽക്കണം. അവളെ കാണാതെ കഴിയണം. സ്വയം വീണ്ടും വീണ്ടും പറഞ്ഞ് മനസ്സിനെ ശാസിച്ച ശേഷമാണ് അവൻ പതുക്കെ പടികളിറങ്ങിയത്. ഡൈനിങ് ഹാൾ അനന്യ നേരത്തെ തന്നെ എത്തിയിരുന്നു. മേശയോട് ചേർന്നിരുന്ന കസേരയിൽ ശാന്തമായി ഇരിക്കുകയാണ് അവൾ. പടികളിറങ്ങി വരുന്ന ആദിത്യനെ കണ്ടതും അവൾ എഴുന്നേറ്റു നിന്നു. ആദിത്യൻ ഒരു നിമിഷം അവളെ നോക്കി. ആ നോട്ടത്തിൽ പറയാനാകാത്ത അസ്വസ്ഥതയും അടക്കിവെച്ച വികാരങ്ങളും നിറഞ്ഞിരുന്നു. ഒന്നും മിണ്ടാതെ പതിവായിരിക്കുന്ന കസേര വലിച്ചിട്ട് അവനും ഇരുന്നു. അനന്യ ഒരു പ്ലേറ്റ് എടുത്ത് അവന്റെ മുന്നിൽ വെച്ചു. തുടർന്ന് ചപ്പാത്തി എടുക്കാനായി കൈ നീട്ടിയതും ആദിത്യൻ ധിക്കാരത്തോടെ അവളുടെ കൈ തടഞ്ഞു. വേണ്ട, എനിക്കൊന്നും നീ വിളമ്പിത്തരണ്ട, ഞാൻ തന്നെ എടുത്തോളാം. ശബ്ദത്തിലെ കർക്കശത കേട്ടിട്ടും അനന്യ ഒന്നും പറഞ്ഞില്ല. അവൻ തന്നെ ചപ്പാത്തി പ്ലേറ്റിലേക്ക് എടുത്തു. അവൾ മിണ്ടാതെ കറിയുടെ ബോൾ അവന്റെ നേർക്ക് നീട്ടി. പനീർ മസാലയാണെന്ന് കരുതി ആദിത്യൻ അതിൽ നിന്ന് കുറച്ച് ചപ്പാത്തിയിലേക്ക് ഒഴിച്ചു. എന്നാൽ ആദിത്യന്റെ കഷ്ണം വായിലിട്ട നിമിഷം തന്നെ നെറ്റി ചുളിഞ്ഞു. ഇത് ബൗളിലേക്ക് വീണ്ടും നോക്കിയപ്പോഴാണ് അതിൽ പനീർ മസാലയല്ല, ചിക്കൻ കറിയാണെന്ന് മനസ്സിലായത്. അവൻ ദേഷ്യത്തോടെ തലയുയർത്തി അവളെ നോക്കി. നിന്നോട് ഞാൻ എന്താടി ഉണ്ടാക്കാൻ പറഞ്ഞേ? ചപ്പാത്തിയും പനീർ മസാലയുമല്ലേ, പിന്നെ ഇത് എന്താ? അനന്യ അവനെ നേരെ നോക്കിയില്ല. അത്ര ദേഷ്യപ്പെടേണ്ട, എനിക്ക് പനീർ മസാല ഉണ്ടാക്കാനൊന്നും അറിയില്ല. അതിന് വേണ്ട സാധനങ്ങളും ഇവിടെയില്ല. അതുകൊണ്ടാ ഞാൻ ചിക്കൻ കറി വെച്ചത്. അവളുടെ മറുപടി കേട്ടതും ആദിത്യൻ പല്ലുകൾ കടിച്ചു. അതുകൊണ്ട് ചോദിക്കാമായിരുന്നില്ലേ നിനക്ക്? അല്ലാത്തതിനൊക്കെ നല്ല നാവുണ്ടല്ലോ നിനക്ക്. ഒന്നും മിണ്ടാതെ അവൻ വീണ്ടും കഴിക്കാൻ ശ്രമിച്ചു. പക്ഷെ ആദ്യത്തെ ഉരുള പോലും തൊണ്ടയിലൂടെ ഇറങ്ങാൻ അവനു കഴിഞ്ഞില്ല. കനത്ത എരിവ് കാരണം തൊണ്ടയിലും തീ പിടിച്ചതുപോലെ പടർന്നു. കണ്ണുകൾ ചുവന്നു നിറഞ്ഞു. അവൻ വേഗം മേശപ്പുറത്തുനിന്ന് വെള്ളക്കുപ്പിയെടുത്ത് തുടരെ തുടരെ വെള്ളം കുടിച്ചു. അനന്യ അത്ഭുതത്തോടെ അവനെ നോക്കി. എന്താ, നീ ഇത് എത്ര മുളക് പൊടിയാടി ഇട്ടത്? അവൾ വളരെ സ്വാഭാവികമായിക്കൊണ്ട് പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിൽ അമ്മ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടാറുള്ളത്. അതുപോലെ തന്നെ ഞാനും ഇട്ടത്. ആ മറുപടി കേട്ടതും ആദിത്യൻ വിശ്വസിക്കാനാവാതെ അവളെ നോക്കി. നമുക്ക് 2 പേർക്കുമുള്ള കറിയിൽ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയോ? എനിക്ക് എരിവും ഒട്ടും സഹിക്കില്ലെന്ന് അറിയില്ലേ നിനക്ക്? അനന്യ ഉടനെ വിട്ടുകൊടുത്തില്ല. എനിക്കങ്ങനെ അറിയും. ആരും എന്നോട് പറഞ്ഞു തന്നിട്ടില്ല, നിങ്ങളും പറഞ്ഞിട്ടില്ല. ആ മറുപടി ആദിത്യന്റെ ക്ഷമയുടെ അവസാനത്തെ നൂൽപാലവും പൊട്ടിച്ചു. ഇതാണോ നിന്റെ പാചകം? കോപത്തിൽ അവൻ മുന്നിലുണ്ടായിരുന്ന കറിയുടെ ബോൾ പിടിച്ചെടുത്ത് നിലത്തേക്ക് ശക്തമായി എറിഞ്ഞു. സെറാമിക് ബോൾ തകർന്നു ചിതറി. ചൂടൻ കറി നിലത്തേക്ക് ചിതറി പടർന്നു. ശബ്ദം കേട്ട് അനന്യ ഒരു നിമിഷം ഞെട്ടി നിന്നു. പിന്നെ അവളുടെ മുഖം ദേഷ്യത്താൽ ചുവന്നു. ഇങ്ങനെ സാധനങ്ങൾ എറിഞ്ഞെടുക്കാൻ എന്താ കാരണം? ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞാൽ മതി. അതിന് വീട്ടു സാധനങ്ങൾ നശിപ്പിക്കണോ? അവളുടെ ശബ്ദത്തിലും ഇപ്പോൾ അടക്കി വെച്ചിരുന്ന രോഷം പ്രകടമായി. ഡൈനിങ് ഹാളിൽ ഒരു നിമിഷം കനത്ത നിശബ്ദത പടർന്നു. തറയിൽ ചിതറിക്കിടക്കുന്ന ബൗളിന്റെ കഷ്ണങ്ങൾ പോലെ തന്നെ ഇരുവരുടെയും മനസ്സും അപ്പോൾ തകർന്നടുകയായിരുന്നു.